നമ്മളൊരു വീട് പണിയാനായിട്ട് പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മളൊരു പ്ലാൻ വരയ്ക്കാനായിട്ട് ആൾക്കാർ സമീപിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ എങ്ങനെയായിരിക്കും, അതുപോലെ കളർ കോഡ്, പിന്നെ എലിവേഷൻ, ഇതൊക്കെയാണ് എല്ലാവർക്കും എപ്പോഴും അറിയേണ്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീടിൻ്റെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാനിങ് ആണ്. നമ്മൾ വീടിൻ്റെ എസ്തറ്റിക്സിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെയാണ് വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസും അതുപോലെ ആ കാർപ്പറ്റ് ഏരിയയും എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് എത്തിക്കാമെന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റൂം സൈസുകൾ അതിലുണ്ടോ, അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ്, പിന്നെ ഭാവിയിലെ എക്സ്റ്റൻഷൻ, ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം ഒരു പ്ലാനിലേക്ക് ഫൈനലാവാൻ. പലരും വീട് പണിഞ്ഞു കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു റിനോവേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പലതും ഡിസ്മാൻഡിൽ ചെയ്തും അതേപോലെ തന്നെ എൻറ്റയർലി അത് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തൊക്കെയാണ് നമുക്കത് മാറ്റേണ്ടി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് കോസ്റ്റും ഒരുപാട് ടൈമും നമുക്കവിടെ വേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ അത് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളൊരു പ്ലാൻ ആദ്യം വരച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്കവിടെ പരിഹരിക്കാൻ പറ്റും.